2021 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് പി. ജയചന്ദ്രൻ ആണ്. എന്നാൽ പ്രഥമ ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ടി.ഇ. വാസുദേവൻ. ശുചിത്വ മിഷന്റെ എംബ്ലത്തിൽ ഒരു പക്ഷി ചൂൽ പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഉള്ളത്. ഏതാണ് ആ പക്ഷി? കാക്ക. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. 2021 വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അഞ്ജു ബോബി ജോർജ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ദൗത്യം ലക്ഷ്യമാക്കുന്ന നിരീക്ഷണങ്ങൾ നടത്താൻ ഘടിപ്പിച്ചിട്ടുള്ള പ്രഥമ കണ്ണാടിയുടെ വ്യാസം എത്ര? 6.5 മീറ്റർ. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രഥമ കണ്ണാടിയിൽ എത്ര ചെറിയ കണ്ണാടികളുണ്ട്? ഷഡ്ഭുജാകൃതിയിലുള്ള 18 ചെറിയ കണ്ണാടികൾ. ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈന. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയങ്ങൾ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ഏതിനം വാഹനങ്ങൾക്കാണ് പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഉള്ളത്? ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആരാണ്? NSK ഉമേഷ് IAS. ജയ ജയ കേരള കോമളധരണി എന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം എഴുതിയത് ആരാണ്? ബോധേശ്വരൻ. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഡ്രിനാലിൻ. മരച്ചീനിയിൽ എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത്? വേരിൽ. ഗോലിയാത്ത് ഒരിനം ജീവിയുടെ പേരാണ്. ഏത് ജീവിയുടെ? ആൻസർ തവള. വേൾഡ് അത്ലറ്റിക്സിൻ്റെ 2021 വർഷത്തെ മികച്ച പുരുഷ താരം ആരാണ്? കാൾസ്റ്റൻ വാർഹോം. വേൾഡ് അത്ലറ്റിക്സിൻ്റെ 2021 വർഷത്തെ മികച്ച വനിതാ താരം ആരാണ്? എലൈൻ തോംസൺ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിൽ. ഒക്ടോബർ വിപ്ലവം ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച പുസ്തകം ഏത്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിനങ്ങൾ.
മാമാങ്കം അരങ്ങേറിയിരുന്നത് ഏത് പുഴയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. ചമയങ്ങളില്ലാതെ എന്ന കൃതി മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ് ഈ താരം? മമ്മൂട്ടി. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? വാൾട്ടർ ഹണ്ട്. ധനൂരി ഏത് രാജ്യത്തിൻ്റെ ചന്ദ്രനിലേക്കുള്ള ആദ്യ ഉപഗ്രഹമാണ്? ദക്ഷിണ കൊറിയ. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? കർണാടക. ബഹിരാകാശ യാത്രകൾ ചെയ്യുന്നത് മൂലം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്ന അസുഖത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? സ്പേസ് അനീമിയ. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ഏതു വർഷം മുതലാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? 2002 മുതൽ. 2022 ബാലവേല വിരുദ്ധ ദിന സന്ദേശം എന്തായിരുന്നു? ആൻസർ: ചിൽഡ്രൻ ഷുഡിൻ വർക്ക് ഇൻ ഫീൽഡ്സ് ബട്ട് ഓൺ ഡ്രീംസ്. ബാലവേല നിരോധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986. ചൗധരി ഹരിറാം എന്ന വ്യക്തിക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണ മത്സരിച്ച വ്യക്തി. രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന വീട്. ജറാസാങ്കോ ഭവനം. കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ്? അമേരിക്ക. നാഗ്പൂരാണ് ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത്. എന്നാൽ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നാസിക്. ഏത് ആർട്ടിക്കിൾ ആണ് ഭരണഘടനയിൽ ബാലവേല നിരോധനം പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 24. ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോകമഹായുദ്ധം. 11 ലക്ഷം രൂപയും വെങ്കലത്തിൽ തീർത്ത സരസ്വതി ശില്പവും ഫലകവും അടങ്ങിയ സാഹിത്യ സമ്മാനം ഏതാണ്? ജ്ഞാനപീഠം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും ഏതാണ്? 1945 ഓഗസ്റ്റ് 6 തിങ്കൾ 8:15 AM. കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഏത് ദിവസമാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്? ജനുവരി 16. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടിക ടൈം മാഗസിൻ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസസ് 2022 എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ
2 സ്ഥലങ്ങൾ അതിൽ ഇടം പിടിച്ചു. ഗുജറാത്തിൻ്റെ തലസ്ഥാനവും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരവുമായ അഹമ്മദാബാദാണ് ഒന്നാമത്തേത്. മറ്റൊന്ന് ഏത്? കേരളം. ഓപ്പറേഷൻ സ്പ്രിംഗ് ടൈഡ് എന്താണ്? ചാൾസ് മൂന്നാമൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്. ചക്കയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം. എന്നാൽ ചക്കപ്പഴം ഏതു രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ്? ബംഗ്ലാദേശ്. ലോക മണ്ണു ദിനം എന്നാണ്? ഡിസംബർ 5. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ്? ജപ്പാൻ. ISRO ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MGK മേനോൻ. ആരോഗ്യ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായ തിരുവനന്തപുരത്തെ സസ്കാൻ മെഡിടെക് വികസിപ്പിച്ചെടുത്ത ഉപകരണം ഏത്? ഓറൽ സ്കാൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? രാജാ കേശവദാസൻ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി നൽകുന്നതിനു വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്ത പദ്ധതിയാണ് അമ്മ വീട്. ഈ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്ത്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകൾ കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഓടക്കുഴൽ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് ആര്? കെ ദാമോദരൻ. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. ആഗോളതാപനം തടയുന്നത് സംബന്ധിച്ചുള്ള പാരീസ് ഉടമ്പടിയിൽ 185 രാജ്യങ്ങൾ ഒപ്പുവെച്ച ദിവസം ഏത്? 2016 ഡിസംബർ 12. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പൻ.